എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നൊന്നും ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒന്നും വിശേഷങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇനി മുതൽ കൃത്യമായിട്ട് ഇടാട്ടോ. അത് മാത്രമല്ല ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഒക്കെ വിശേഷത്തിന്റെ സമയം മാറ്റിയിട്ടുണ്ട്. ഇനി മുതൽ ഉച്ചയ്ക്കാണ്. അപ്പൊ ഇനി പ്രൊമോ വിശേഷം എല്ലാ ദിവസവും ഇടുന്ന ഞാൻ ഉച്ചയ്ക്ക് അറിവിട്ട്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. അങ്ങനെ നമ്മളിന്ന് കണ്ടു. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി വിജയലക്ഷ്മിക്ക്. രഞ്ജുവിനെ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഗോവിന്ദ് കൊണ്ടുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അതിനു വേണ്ടി വിജയലക്ഷ്മിയും ഗീതു ഒക്കെ അതിന് തടയിടാൻ വേണ്ടി ചില പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ഈ സമയം ഗീതു ഇതൊന്നും അറിയത്തില്ലാതെ വരുണിട്ട് പണി കൊടുത്തോണ്ടിരിക്കുവാണ് ക്ഷേത്രത്തിൽ. അങ്ങനെ വരുൺ ശൂലമൊക്കെ കുത്തുന്നതുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് വിജയലക്ഷ്മി 2-3 വട്ടം ഈ കാര്യം പറയാനായിട്ട് ഗീതുവിനെ വിളിച്ചു. പക്ഷെ ഗീതുവിന് ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം വിജയലക്ഷ്മിക്ക് കോള് കണക്റ്റായി കിട്ടുവാണ്. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ആ കാര്യം പറയണേ, ഗീതു ഗോവിന്ദ് രഞ്ജുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കും, DNA ടെസ്റ്റ് നടത്തും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യം നിൽക്കില്ല എന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗീതു എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുവാണ്. ദൈവമേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യദാസ് അല്ല രഞ്ജുവിനെന്താ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനെ കണ്ടെത്താനുള്ള ശ്രമം തുടരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനാർക്കിലയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം കണ്ണേടൻ അറിയും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗീതുന്. പോകുന്ന വഴിക്ക് ഗീതുന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഷിബുവിനോട് ഷിബിച്ചേട്ടാ ഇത്രയുടെ സ്പീഡ് വണ്ടി വിടാൻ പറയാണ്. അതെ, ഗോവിന്ദ് സാർ എങ്ങാനും പറഞ്ഞ് എന്നെ ചെയ്തു പറയും. ഗീതു കുഞ്ഞിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അപ്പൊ പിന്നെ ഇത്ര സ്പീഡൊക്കെ മതി എന്ന് പറയണേ. നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് പോവല്ലേ, ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, അത് എത്താലോ, ഇപ്പൊ തന്നെ എത്താലോ, പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം രഞ്ജുവിനെ കൊണ്ട് ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. അങ്ങനെ രഞ്ജുവിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അതിനുശേഷം ഗോവിന്ദ് നേരത്തെ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്ലഡ് കളക്ട് ചെയ്യണം. അപ്പൊ ബ്ലഡ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത കാര്യം ചോദിച്ചപ്പോൾ തന്നെ രഞ്ജു ചോദിച്ചു, അല്ല അതെന്താ ഗോവിന്ദേട്ടാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ കാര്യമുണ്ട് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നിനക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതല്ലേ, എപ്പോഴും മൂക്കിയുള്ള ബ്ലഡൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാന്ന് പറയാം. പിന്നെ പ്രത്യേകിച്ച് സംശയമൊന്നും രഞ്ജുവിന് തോന്നിയില്ല. രഞ്ജുവിന്റെ മനസ്സിൽ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ബ്ലഡൊക്കെ ശേഖരിക്കാനായിട്ട് രഞ്ജുവിനെ അകത്തേക്ക് വിളിച്ച് രഞ്ജു അകത്തേക്ക് കയറിയ സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതുവിന്റെ വെപ്രാളപ്പെട്ടുള്ള വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. പിന്നീട് ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോയതാ ഗീതു രാവിലെ കാറും എടുത്തോണ്ട് എന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ വരുണേട്ടനോടൊപ്പം. വരുണ എന്താ, നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയാം. അത് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് കണ്ണേട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ ഞാൻ കാറിന്റെ കീ ഒന്നും എടുത്തെന്ന്. ഓഹോ, അപ്പൊ നീ മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നല്ലേ ഞാൻ രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ല അത് പിന്നെ കണ്ണേട്ട വേണ്ട, പലരും പലതും ഒക്കെ പറയും, നീ അങ്ങനെ എങ്ങനെയാ നീ ഇത് മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ. പക്ഷേങ്കിൽ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, സത്യം പറ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക. ഈ DNA ടെസ്റ്റ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണോ നീ പരിപാടിയെല്ലാം ചെയ്തേ, നീ കാർ എടുത്തോണ്ട് പോയത് അതിന് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും അല്ല കണ്ണേട്ടാന്ന് പറയാ, എനിക്ക് മനസ്സിലായി, ഞാൻ വേറെ വണ്ടി വിളിച്ച് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു പറയണം. അപ്പോഴേക്കുമാണ് രഞ്ജു അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ബ്ലഡൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് രഞ്ജു വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ ടെസ്റ്റ് ഇപ്പോഴാണ്ട് ബ്ലഡ് എടുത്തിരിക്കുന്നു. എനിക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല ഗീതു, ഞാൻ ഓക്കെയാന്ന് പറയണം. ഗോന്ന് പറഞ്ഞു, അതിന് നീ ഓക്കെയാന്ന് നിനക്കല്ലേ തോന്നുന്നത്, പക്ഷെ ഡോക്ടർമാർക്ക് പരിശോധിച്ച് ചെയ്യുമ്പോൾ അവർക്കൂടെ തോന്നണ്ടേന്ന് ചോദിക്കുക. അതുകൊണ്ട് ആ ബ്ലഡ് സാമ്പിൾ എടുത്തതെന്ന് പറയാം. പിന്നീട് രഞ്ജു പറഞ്ഞു, ഇനി കുഴപ്പമൊന്നുമില്ലോ, നമുക്ക് വീട്ടിൽ പോകാലോ അല്ലേന്ന് പറയണം. ശരി പോയേക്കാന്ന് പറയണം. ബ്ലഡിന്റെ റിസൾട്ട് വരുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നൊക്കെ പറയണം. അതിനുള്ള മെഡിസിൻ കഴിച്ചാൽ മതി, ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാന്നൊക്കെ പറയണം. അങ്ങനെ അവർ പോകണം. പോകുന്ന സമയത്തും ഗീതുവിന്റെ മുഖത്തെ മ്ലാനത പ്രത്യേകം ഗോവിന്ദ് ശ്രദ്ധിച്ചു. എന്തോ അവൾക്കൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഗീതു വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന ഉടനെ നേരെ വിജയലക്ഷ്മിയുടെ മുറിയിലേക്കാണ് പോകുന്നത്. കാരണം ഗീതുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായി തീരും എങ്ങനെയായി തീരുമെന്നും അറിയത്തില്ല. വിജയലക്ഷ്മിയുടെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ നടന്നു എന്ന് പറയണം. അപ്പം ഇനി എന്ത് ചെയ്യും മോളെ, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇനിയിപ്പം സത്യദാസിന്റെ മോളല്ലേ രഞ്ജു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇവിടുന്ന് രഞ്ജുവിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാന്ന് വെച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ. കണ്ണേണിപ്പോൾ അമ്മേ അത്രമാത്രം സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കണം. അത് ശരിയാ, എനിക്കും അറിയത്തില്ല മോളെ എന്ത് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം വല്ലാത്തൊരവസ്ഥയോട് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ്. പിന്നീട് ഗീതു മുറിയിലേക്ക് വന്നു. ഗീതു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ് അവിടെ ഉണ്ടായിരുന്നു. ഗോവിന്ദ് ചെന്ത് പറ്റി, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ശ്രദ്ധിക്കുന്ന, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറ, ഹോസ്പിറ്റലിൽ പോകണ്ട കാര്യമാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാ. അല്ല എന്തോ ഉണ്ടല്ലോ, നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം. ഒന്നുമില്ല കണ്ണേട്ടാ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല വല്ല വേദനയും വിഷമങ്ങളും ഉണ്ടെ പറയണം, നീ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. ഒന്നാമത്തെ കാര്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം, ഈ സമയത്ത്
ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല അമ്മയുടെ മനസ്സോടാ. അമ്മ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ആ ഹാപ്പിനെസ് ഒന്നും എന്റെ മുഖത്ത് കാണുന്നില്ലോ എന്ന് പറയണേ. ഏ അതൊക്കെ വെറുതെ തോന്നല. നമ്മളെ ഈ സമയത്ത് നമുക്കവിടെ മൂഡ് സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ കണ്ണേട്ട, അതിനപ്പുറം ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗീത പതുക്കെ ഒഴിഞ്ഞു മാറുവാണ്. ഈ സമയത്ത് ക്ഷേത്രത്തില് ശൂലങ്കത്തും പരിപാടികളൊക്കെ നടന്ന് ആകപ്പാടെ അവശനായി പോയി വരുണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേഖയുടെ വയറ്റിൽ ആ അസുര വിത്തിന് ജനിക്കാൻ കണ്ട സമയം എന്താണാവോ. അത് ജനിച്ച പിന്നെ തന്റെയും തന്റെ അമ്മയുടെ കഷ്ടകാലമാണ്. ഇതുവരെയായിട്ടും അതിന്റെ അറുതി വന്നിട്ടില്ല. ഇങ്ങനെ പോയിട്ടുണ്ട്. മിക്കവാറും അത് ജനിക്കുന്നതിന് മുമ്പ് അതിനെ ഞാൻ തീർക്കും അങ്ങോട്ടേക്ക്. അങ്ങനെ എന്തെങ്കിലും ഒരു സമയം അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൊന്നു കളയത്തുള്ളൂ. മനുഷ്യൻ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോഴേക്കും രേഖ അങ്ങോട്ടേക്ക് വന്നു. രേഖ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി വരണേട്ടാ? വരണേട്ടാ എന്താ ആലോചിക്കണേ? അയ്യോ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, ഞാൻ വീശിത്തരാം. ഇത്ര മാത്രം കുഞ്ഞിനോട് സ്നേഹമാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നേ. കുഞ്ഞിനോട് മാത്രമല്ല, എന്നോട് വരണേട്ട് ഇത്ര സ്നേഹമുള്ളതുകൊണ്ട് അല്ലേ വരണേട്ട് ശൂലോ കുത്തിയെന്ന് ചോദിക്കാം. വരുണ് സമ്മതിക്കാതിരിക്കാൻ തരവില്ല. കാരണം ഇപ്പൊ സ്നേഹം അഭിനയിക്കുവാണല്ലോ രേഖയുടെ അടുത്ത്. വരും പറഞ്ഞു, അത് ശരിയാ. എന്തേ എന്റെ കുഞ്ഞിന് വേണ്ടി ഇതല്ല ഇതിലപ്പുറം ഞാൻ ചെയ്യും, മരിക്കാൻ വരാൻ തയ്യാറാവുമെന്ന് പറയണേ. രേഖ പറഞ്ഞു, ഈ വർണ്ണേട്ടൻ്റെ ഒരു കാര്യം അങ്ങനൊന്നും പറയില്ല. വർണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്കാരാ ഉള്ളേ എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ പ്രിയയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പ്രിയ പതുക്കെ ഒന്ന് ചിരിക്കുവാണ്. പിന്നീട് അവരെങ്ങനെ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോരുക. ആ സമയത്ത് ഗീതുവിന് ഭയങ്കര ടെൻഷനായിപ്പോയി. തന്റെ മുഖം കാണുമ്പോൾ തന്നെ തോന്നുന്ന പല സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ട് എത്ര കാലം തനിക്ക് ഈ രഹസ്യം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. പിന്നീട് വിജയലക്ഷ്മി അടുത്തേക്ക് എന്നിട്ട് പറയാം, അമ്മേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണ. എന്താ പറയാ ഇപ്പൊ നിനക്ക് എന്താ ഇത്ര പ്രത്യേകിച്ച് തോന്നാനായിട്ട്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മ ഒരു മറുപടി തരാൻ പറയണ. എന്ത് മറുപടി? എന്നെ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ രഞ്ജുവിന്റെ കാര്യം തന്നെയാന്ന് പറയണ. ഈ സമയത്താണ് ഗോവിന്ദനോടെ വരുന്നത്. ഗോവിന്ദ വന്നപ്പം ഗീതവും വിജയലക്ഷ്മിയുടെ അകത്ത് സംസാരിക്കുന്നത് കേട്ടു. അല്ല നീ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുക. അത് പിന്നെ രഞ്ജുവിന്റെ ഒരു ജന്മരഹസ്യം ഉണ്ടല്ലോ, അത് എത്ര കാലം എനിക്ക് മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ കണ്ണേട്ടനോട് ചോദിച്ചു തുടങ്ങി, എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന്. കണ്ണേട്ടനൊരു വിശ്വാസമുണ്ട് എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കണ്ണേട്ടനോട് തുറന്നു പറയുന്ന. പക്ഷെ ഇതുവരെയായിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വാസവഞ്ചനയല്ല കണ്ണേട്ടനോട് കാണിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്നവരും എന്റെ മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കുമെന്ന് പറയാം. അതേടം വിജയലക്ഷ്മി പറഞ്ഞു, മോള് പേടിക്കണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക. മോളുടെ മുഖത്ത് സങ്കടഭാവം ഒന്നും വരുത്തായിരുന്നാൽ മതി. എന്നാലും എനിക്ക് ഇതിങ്ങനെ അധികം നാൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എത്ര നാളെന്ന് വെച്ചാൽ കണ്ണേട്ടൻ മുന്നിൽ ഞാനിങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടത് പുറത്ത് നിന്ന് ഗോവിന്ദൻ്റെ ഒരു കാര്യം മനസ്സിലായി. ഗീത തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. കാരണം അത് രഞ്ജുവിന്റെ ജന്മരഹസ്യ. ഒരു പക്ഷെ ഇനിയിപ്പം അവളുടെ ജന്മരഹസ്യം അവളുടെ അച്ഛനാന്നുള്ള കാര്യം ആരാന്നുള്ള കാര്യം ഗീതുവിന് അറിയാവോ? അതിനിപ്പോൾ വേറെ എന്തെങ്കിലും സംഭവമാണോ? പക്ഷെ എന്തോ വലിയൊരു കാര്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവളുടെ മൂഡ് ഓഫിന് കാരണം. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഗോവിന്ദാണും കൂടെ പോരുവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഗീത മുറുക്കി പുറത്തിറങ്ങിയോട് വരുവാണ്. അപ്പോഴേക്കും ഗോവിന്ദ് പുറത്ത് അവിടെ തനിച്ചു പോയി നിൽക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദിന്റെ അടിയിലേക്ക് എന്നിട്ട് എന്ത് പറ്റി കണ്ണേട്ടാ? കണ്ണേട്ടന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞ്, എന്ത് ചെയ്യാനാ, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ നീങ്ങണമെന്ന് പറയാം. അതെന്താ ഇപ്പം എന്തെങ്കിലും കമ്പനി വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണം. അതൊന്നും ഇല്ല. പിന്നെയോ? അല്ല നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ശരിക്കും പറഞ്ഞാൽ നിന്റെ മുഖം ഒന്ന് വായിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയണം. അതേടെ ഗീത പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയണ്ട. നിന്നോട് പലവട്ടം ഞാൻ ചോദിച്ചു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന്. പക്ഷെ ഇതുവരെയായിട്ട് നീ എന്നെ മറുപടി പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല എന്നാ പറയണേ. പക്ഷെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞ കണക്ക് ആ എന്താ എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ മുഖത്ത് അത് പ്രകടമാകുന്നുണ്ടെന്ന് പറയണേ. എന്തെങ്കിലും ഉണ്ടെ തുറന്നു പറ. നിന്റെ മുഖം ഒന്ന് വായിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണാന്നറിയണേ. അറിയാവോ, നിന്റെ മനസ്സൊന്ന് കലങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സാ കലങ്ങുന്നേ. നീ എന്തെങ്കിലും കാര്യത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നേക്കാളും കൂടുതൽ വേദന എനിക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് തുറന്നു പറ എന്ന് പറയണം. ഗീതുവിന് പറയണോ പറയാതിരിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. കണ്ണേട്ടൻ്റെ മുന്നിൽ നിന്നിട്ട് ഒന്നും മറച്ചു വെച്ചില്ല. പക്ഷെ ആദ്യമായിട്ടാണ് മറച്ചു വെക്കുന്നത്. അതിങ്ങനെ ഒരു കാര്യമായിപ്പോയി. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? സത്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറഞ്ഞ് ഈ ഭാരം കൂടെ ഒഴിവാക്കിയാലോ എന്നൊരു നിമിഷം ഗീതം അങ്ങ് ചിന്തിച്ചു പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഗോവിന്ദയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയോ രഞ്ജു അനാർക്കിന്റെ മോളാന്ന്, അതോ ഇനിയിപ്പം രഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാന്ന് കരുതി പറയാതിരിക്കുമെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.